നമസ്കാരം. ഡൽഹിയിലെ നീറ്റ് പ്രക്ഷോഭത്തിൽ പോയി വളരെയധികം വാർത്താ പ്രാധാന്യം അല്ലെങ്കിൽ വാർത്താലോകത്ത് വളരെയധികം ചർച്ചയ്ക്ക് ഇട നൽകിയ ഒരു സംഭവമായിരുന്നു കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളുടെ അവതാരക രഞ്ജിനി ഹരിദാസിൻ്റെ പെട്ടെന്നുള്ള സമരമുഖത്തുള്ള ആ പ്രകടനം. സത്യത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് സത്യസന്ധതയോടുകൂടി രഞ്ജിനി തന്നെ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുതന്നെയായാലും ഈ ആങ്കർ പദവിയിലുള്ള ആ ലോകത്ത് ആദ്യമായിട്ട് ആങ്കറിങ് പ്രൊഫഷൻ ഒരു അതിൻ്റെ ആ തന്മയത്തോടുകൂടി തുടക്കത്തിൽ തന്നെ അവതരണം കാഴ്ചവെച്ച നല്ല കഴിവുള്ള ഒരു കലാകാരി തന്നെയാണ് രഞ്ജിനി എന്നതിന് യാതൊരു സംശയവും വേണ്ട. സ്വന്തമായി ഉറച്ച ഒരു തീരുമാനവും അതുമായി മുന്നോട്ട് പോകാനുമൊക്കെ വളരെയധികം ആർജവമുള്ള ഒരു തൻ്റേടി തന്നെയാണ് രഞ്ജിനി എന്നതിനൊന്നും സംശയമില്ല. ഈ ആങ്കർ മേഖലയിൽ നടന്നിരുന്ന ചൂഷണം, അതായത് ശരിയായിട്ട് ആർക്കും തന്നെ പൈസ കൊടുക്കാത്ത ഒരു പ്രത്യേക അവസ്ഥ ആ മേഖലയിൽ നിലനിന്നിരുന്നപ്പോഴാണ് രഞ്ജിനി അതിൽ വ്യക്തത വരുത്തി കൊടുത്തത്. ഒരു ആങ്കറിങ്ങിന് ഇത്ര പൈസയാണ് എന്നൊക്കെ, അല്ലെങ്കിൽ ഒരു ഉദ്ഘാടനത്തിന് ഇത്ര പൈസ എന്നൊക്കെ വ്യക്തത വരുത്തി കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയൊക്കെ തൻ്റെ ഇടമുള്ള, അതിൻ്റെ ഇടയിൽ രഞ്ജിനി ഏറ്റെടുത്ത ഒരു ദൗത്യമുണ്ട്. ഇവിടെ നായക്കളുടെ, അതായത് പട്ടി നായകളെ, തെരുവ് നായ്ക്കളുടെയും തെരുവ് പട്ടികളെയും പണ്ട് പഞ്ചായത്തുകൾ പിടിച്ചുകൊണ്ടുപോയി കൊന്നുകളയുന്നൊരവസ്ഥ ഒക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. തെരുവ് നായ്ക്കളെ പിടിച്ചു കൊല്ലാൻ ആർക്കും സാധ്യമല്ല, ഒരു ജീവനെ കൊല്ലാൻ ആർക്കും അവകാശമില്ല എന്ന കർശനമായ നിയമമുണ്ട്. അത് കുറ്റകരവുമാണ്. അപ്പോൾ ആരും ഇന്ന് നായ്ക്കളെ പിടിച്ചു കൊല്ലൊന്നുമില്ല. എന്നാൽ പോലും ആ ഒരു സംഭവം വലിയൊരു ഇഷ്യൂ ആക്കി, നായപ്രേമം, പട്ടിപ്രേമം, പട്ടിപ്രേമി എന്നൊക്കെ പറഞ്ഞ് രഞ്ജിനി അതിന് ഒരുപാട് കേട്ടിട്ടുണ്ട്. പിന്നീട് അതിൽ നിന്നും എന്തോ രഞ്ജിനി മാറിപ്പോയി. കാരണം ഒരുപാട് വിമർശനങ്ങൾ കൂടി വന്നിട്ടായിരിക്കാമെന്ന് ഞാൻ കരുതുന്നു. എന്തു തന്നെയായാലും നായക്കളെ കൊണ്ട്, പട്ടികളെ കൊണ്ട്, തെരുവ് നായക്കളെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സമൂഹമാണ് ഇന്ന് കേരളത്തിലുള്ളത് എന്നതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഒരു നീറ്റ് പരീക്ഷയിൽ, അതായത് ഈ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല. കാലങ്ങളായിട്ട് 2000-ൻ്റെ മൂലെ എത്രയോ കാലങ്ങളായിട്ട് ഈ പരീക്ഷാ പേപ്പർ ചോരുന്നതും അതൊക്കെ ഇവിടെ സ്ഥിര സംഭവമാണ്. നീറ്റ് മാത്രമല്ല, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, IAS IPS പരീക്ഷ, എന്തിനു പറയുന്നത് എയിംസ് പരീക്ഷകൾ ഒക്കെ തന്നെ ഇവിടെ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട് കഴിഞ്ഞ കാല ഭരണകൂടങ്ങൾ. ഈ BJP ഭരിക്കുന്ന 12 വർഷത്തിൽ മാത്രമല്ല, ഇവിടെ ഒരു കോക്കസ് ഇതിൻ്റെ പിന്നിൽ പണിയെടുക്കുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്ത് അത് മറച്ച് വിറ്റ് കോടികളും ലക്ഷങ്ങളും ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നു എന്നതിന് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഒരു പെട്ടെന്ന് ഇപ്പോഴുണ്ടായ നീറ്റ് പരീക്ഷയിൽ 10 ആൾ ഇത് ആത്മഹത്യകളും, അതായത് ഈ ആത്മഹത്യ ആരാ ചെയ്യുന്നത്? ഇതിൽ നിരപരാധികളായ, മാനസികമായിട്ട് വളരെയധികം വീക്കായിട്ടുള്ള, വളരെ ശക്തമായി പഠിച്ച് റിസൾട്ട് കാത്തിരിക്കുമ്പോൾ ആ റിസൾട്ട് വരുമ്പോൾ, പരീക്ഷ റദ്ദാക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഷോക്ക്. കാരണം ഇനി റദ്ദാക്കിയാൽ വീണ്ടും പരീക്ഷ എഴുതണം, അപ്പോൾ ഇതൊക്കെ വീണ്ടും ചെയ്യണം. ആ ഒരു ടെൻഷൻ കാരണം പെട്ടെന്നുള്ള ആ ഒരു അവസ്ഥയിൽ പോയി ആത്മഹത്യ ചെയ്യുന്നു. റിസൾട്ട് വന്ന് മാർക്ക് കുറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്നു. ഇതൊക്കെ നമ്മളിവിടെ കണ്ടതാണ്. ഇപ്പോൾ ഈ റദ്ദാക്കിയ നീറ്റ് പരീക്ഷ വീണ്ടും നടത്തിയിട്ട് അതിൻ്റെ റിസൾട്ട് വന്നു. ആ റിസൾട്ട് വന്നപ്പോൾ ആ മാർക്ക് കുറഞ്ഞൊരു കുട്ടി ചാലക്കുടി പുഴയിൽ ചാടി
നമ്മളെല്ലാവരും കണ്ടു. ആ ന്യൂസ് വലിയ ന്യൂസായിരുന്നു. എന്തോ ഒരു സെക്കൻഡ് കൊണ്ട് അതിൽ കൂടെ അവിടെ നോക്കി നിന്നവരൊന്നും ചെയ്തില്ല. ഒരു ബസ് ഓടിച്ചു വരുന്ന ഡ്രൈവർ ബസ് അവിടെ നിന്നും ഡോറ് കൂടെ പെട്ടെന്ന് ഇറങ്ങിപ്പോയി പുഴയിൽ ചാടിയിട്ട് ആ കുട്ടീനെ രക്ഷപ്പെടുത്തി. ആ ഡ്രൈവറിനെ ഇവിടെ ആരും തന്നെ, ഈ പറയുന്ന രഞ്ജിനിയോ അല്ലെങ്കിൽ ആരും തന്നെ, ഒരു സിനിമാക്കാരനോ ഇവിടെ ഭരിക്കുന്നവരാരും തന്നെ ആ ഡ്രൈവറിനെ ഒന്ന് പ്രശംസിക്കാനോ ഒരു ബൊക്കെ കൊടുത്ത് ഒരു അനുമോദനം പറയാനോ ഇവിടെ ഇതുവരെ ആരും ഉണ്ടായിട്ടില്ല. അത് ഞാൻ മനസ്സിലാക്കുന്ന ആ പേരിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ആ പേര് വേറൊരു പേരായിരുന്നു എങ്കിൽ ചിലപ്പോൾ ഇവിടെ വളരെ ശക്തമായ സ്വീകരണങ്ങളും അനുമോദന സമ്മേളനങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റിയിരുന്നു. ആ പേര് മാറിപ്പോയി, അത് കാരണം ആയിരിക്കാം. അതവിടെ നിൽക്കട്ടെ, അത് കേരളത്തിൻ്റെ പൊതു സ്വഭാവമാണ്. ഇതിന് മുന്നിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്ന് രഞ്ജിനിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, രഞ്ജിനിയെക്കുറിച്ച് ഞാൻ ഇന്നലെ ഒരു ഇതിൽ വായിച്ചു കൊണ്ടു. രഞ്ജിനിയെ വിപ്ലവകാരികളുടെ മാതാവ് എന്ന വിശേഷണം കൊടുക്കണം എന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടു. സത്യത്തിൽ ഒരു പരിധിവരെ അതൊക്കെ ശരി തന്നെയാണ്. അവർ പറയണം എന്തിന് നീറ്റ് പരീക്ഷ സമരത്തിൽ പോയി, അത് സ്വന്തം ഇഷ്ടമാണെന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ കൂടുതൽ കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തി അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ അവർ പറയുന്നുണ്ട്. ഇന്നലെ മുതൽ ഇപ്പോഴാണ് സ്വന്തം മുറ്റത്തെ സമരങ്ങളിലേക്ക് അതായത് വിമർശനം കേട്ടിട്ടായിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നലെ പറയുന്നു ഞാൻ തിരുവനന്തപുരത്തേക്ക് അവിടെ നടക്കുന്ന സമരങ്ങളിൽ പോയി അന്വേഷിക്കാൻ പോവുകയാണെന്ന്. വളരെ നല്ല കാര്യങ്ങളാണ്. ഇതൊക്കെ മുന്നേ ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ നീറ്റ് പരീക്ഷയ്ക്ക് പോയത് ഇത്ര പ്രശ്നം ആകുമായിരുന്നില്ല. നിങ്ങൾ സാമൂഹ്യപരമായിട്ട് നിങ്ങളൊരു തൻ്റെടിയാണ്, സ്വന്തമായി തീരുമാനം എടുക്കാൻ കഴിവുണ്ട്, ആരുടെയും ഇതിൽ ചെന്ന് വീടില്ല എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു ദിവസം ഞാൻ നിങ്ങളുമായിട്ട് ബഹ്റിനിൽ നിന്നൊരു ഫ്ലൈറ്റിൽ ഒന്നിച്ച് വരുന്ന ഒരു സന്ദർഭമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്ന് അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അത് പോട്ടെ. അപ്പോൾ നിങ്ങളൊരു തൻ്റെടിയാണെന്ന് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ചില സന്ദർഭങ്ങളിലെ പ്രവൃത്തിയും നിങ്ങളുടെ വാക്കുകളുമാണ് നിങ്ങളെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ ഈ നീറ്റ് പരീക്ഷയുടെ സമരം എന്ന് പറഞ്ഞാൽ അതൊരു ഇപ്പോഴും ഒരു നിഗൂഢത നിലനിൽക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചുകൊണ്ടൊന്നും ഇവിടുത്തെ പ്രശ്നം തീരുമോ? ഏത് ബുദ്ധിയുള്ളവനതറിയാം. വിദ്യാഭ്യാസ മന്ത്രിയാണോ ഈ ചോദ്യപേപ്പർ എടുത്ത് ഇവിടെ പുറത്തേക്ക് കച്ചവടം ചെയ്ത് വിതരണം ചെയ്തത്? ഈ പ്രാവശ്യത്തെ നീറ്റ് പരീക്ഷ മെയ് 3 നടന്നിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നത് എവിടെയാണ്? BJP ഭരിക്കുന്നിടത്തൊന്നുമല്ല, ജാർഖണ്ഡിൽ. ആരാ ഭരിക്കുന്നത്? ഈ കോൺഗ്രസും എല്ലാവരും കൂടിയിട്ട് ഇന്ത്യ മുന്നണി ഭരിക്കുന്ന സംസ്ഥാനമാണ്. അവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു പോയിരിക്കുന്നത്. അതൊക്കെ കണ്ടുപിടിച്ചു, കുറേ ആൾക്കാരെ പിടിച്ച് കൂട്ടിലിട്ടു. അതിന് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എത്തി കാര്യം? ഇവിടെ കാലാകാലങ്ങളായിട്ട് പഞ്ചാബിൽ സ്ഥിരമായിട്ട് ആം ആദ്മി പാർട്ടി AAP ഭരിക്കുന്നിടത്ത് സ്ഥിരമായി ക്വസ്റ്റ്യൻ പേപ്പർ ചോരുകയാണ്. രാജസ്ഥാനിൽ തുടർച്ചയായിട്ട് 19 പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നത്. ആ ഒരു ചരിത്രം തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കഥ. ശരിയാണ്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോരുമ്പോൾ നിരപരാധിയായ കുട്ടികളാണ് മാനസികമായി തളരുന്നത്. അവർ ആ പെട്ടെന്നുള്ള ഷോക്കിൽ ആത്മഹത്യയൊക്കെ ചെയ്യും. ഈ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് ആദ്യം എല്ലാവരും മനസ്സിലാക്കുക. പല തരത്തിലുള്ള വിഷമ ഘട്ടങ്ങൾ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കണം. അതാണ് ഒരു ജീവിതത്തിൻ്റെ വിജയം. അതാണ് ശരിക്ക് ഈ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഈ പഠിക്കാൻ വരുന്നവർക്ക് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട കാര്യം. അല്ലാതെ ഈ നീറ്റ് പരീക്ഷ അത് വലിയൊരു സംഭവം. ആ കുട്ടിയുടെ രക്ഷിതാക്കൾ പോലും ആ കുട്ടീനെ വെറുതെ വിടുന്നില്ല എന്നുള്ളതാണ് സത്യം. മാർക്ക് കുറയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിലിരിപ്പ് അങ്ങനെയാണ്. നമ്മൾ കണ്ടതല്ലേ, JEE IIT-യിൽ ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 IIT ആണ് IIT മദ്രാസ്. ആ IIT മദ്രാസിൽ അഡ്മിഷൻ കിട്ടിയ ഒരു പെൺകുട്ടി, ഒരു മുസ്ലിം പെൺകുട്ടിയാണ്. ആ മുസ്ലിം പെൺകുട്ടി അവിടെ 2014-ലോ 15-ലോ ആത്മഹത്യ ചെയ്തു. അതിൻ്റെ മുകളിൽ അന്ന് ഈ രഞ്ജിനി ഹരിദാസും ടീമൊന്നും ഇറങ്ങിയില്ല. ആ കുട്ടി ആത്മഹത്യ ചെയ്ത വിഷയത്തിൽ നരേന്ദ്രമോദി രാജിവെക്കണമെന്ന് ഇവിടുത്തെ ചില രാഷ്ട്രീയ MLA-മാരൊക്കെ പ്രസംഗിച്ചു.
തന്ത വരെ നരേന്ദ്രമോദി അന്ന് വിളിച്ചു. IIT ഒരു കുട്ടി പോയിട്ട് പഠിക്കണം, നന്നായി പഠിക്കണം. കാരണം IIT മദ്രാസിലൊക്കെ അഡ്മിഷൻ കിട്ടുക പറഞ്ഞാൽ നിസ്സാര കുട്ടിയല്ല. ആ കുട്ടി അവിടെ ആത്മഹത്യ ചെയ്തു. എന്നിട്ട് ആ പഠിപ്പിച്ച അധ്യാപകർ കുടുങ്ങി. പ്രധാനമന്ത്രിയെ ചീത്ത വിളിച്ചു. സത്യത്തിൽ എന്തായിരുന്നു, ആ IIT എല്ലാ വീക്കിലി ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ടെസ്റ്റിൽ മാർക്ക് കൂടിക്കൊണ്ടേയിരിക്കണം. അവർ ഈ +2 മുതൽ 10ാം ക്ലാസ് മുതൽ പരീക്ഷയിൽ ഇങ്ങനെ മാർക്ക് കൂടിക്കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ സ്വന്തം അച്ഛനും അമ്മയാണ് കുട്ടീനെ വഴക്ക് പറയുന്നത്. ഈ വഴക്ക് കേട്ട് 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 ആ കുട്ടി ഓരോ പരീക്ഷയിലും മാർക്ക് കൂട്ടാനുള്ള വഴികളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ IIT അഡ്മിഷൻ കിട്ടി. അവിടെ പരീക്ഷ ഓരോ ആഴ്ചയും അവിടെ വരുന്ന പരീക്ഷയുടെ മാർക്ക് വീട്ടിൽ അന്വേഷിക്കും. എന്തോ ഒരു സാഹചര്യം കൊണ്ട് ഒരു വീക്കിലെ പരീക്ഷ മാർക്ക് കുറഞ്ഞു. ഈ കുട്ടിയുടെ വാപ്പ അതിശക്തമായിട്ട് കുട്ടീനെ ഷൗട്ട് ചെയ്തു എന്നാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കുന്നത്. ആ കുട്ടിക്ക് അത് താങ്ങാൻ വയ്യാതായി, കുട്ടിക്ക് അത് ഉൾക്കൊള്ളാൻ വയ്യാതെയായി. അങ്ങനെ കുട്ടി ഒരു പ്രത്യേക നിമിഷത്തിൽ ആ ഒരു ഡിസിഷൻ അവിടെ എടുത്തു. ഇത്തരത്തിലുള്ള ഒരുപാട് കുട്ടികൾ ഇന്ന് സമൂഹത്തിലുണ്ട്, ഈ മെഡിക്കൽ കോളേജുകളിലും IIT ആയിട്ട്. അത്തരത്തിലുള്ള കുട്ടികൾക്ക് ഈ മാനസിക സംഘർഷം ഇവിടെ കൊടുക്കുന്ന രക്ഷിതാക്കൾ നിലനിൽക്കുന്ന ഈ സമൂഹം ഇവിടെ ഉള്ള ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ എഡ്യൂക്കേഷൻ നടത്തുന്ന മാനേജ്മെൻറ്റ് ആ കുട്ടികൾക്ക് ഈ പഠനം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സംഘർഷങ്ങളെ മറികടക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ സൈക്കോളജിക്കലി അവരെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ഭാഗം ഇവിടെ ഈ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഇപ്പോഴില്ല. ഇത് ഞാൻ ഒരു 5 വർഷമായിട്ട് ഈ മെഡിക്കൽ മേഖലയിലും ഒക്കെ പറയുന്ന സംഭവമാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് മാനസികമായിട്ട് വളർച്ച ഈ ഒരു വിഷയത്തിൽ ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പോഴാ ഈ ഒരു 6 മാസം കൊണ്ട് തൃശ്ശൂർ ജൂബിലി മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിൻ്റെ മുകളിൽ നിന്ന് ആടി ആത്മഹത്യ ചെയ്തൊരു കുട്ടി, പാലക്കാട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തു. അങ്ങനെ ദിവസവും അല്ലെങ്കിൽ മാസവും ഓരോ കുട്ടികൾ പഠിക്കുന്നവർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഒഴിവാക്കാൻ ആര് വരും മുന്നോട്ട്? ആരാണ് ഈ സർക്കാരിനോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കുക? ഇവിടെ സിലബസ് മാത്രം പഠിപ്പിക്കാൻ കൊടുത്താൽ പോരാ. ആ സിലബസിൻ്റെ ഒപ്പം ഈ രക്ഷിതാക്കളുടെ കുടുംബത്തിൻ്റെ ആ സമൂഹത്തിൻ്റെ സമ്മർദ്ദം ഈ ഓരോ കുട്ടികൾക്കുമുണ്ട്. ആ സമ്മർദ്ദത്തെ മറികടക്കാൻ എന്ത് സമ്മർദ്ദമുണ്ടായാലും മനോധൈര്യമുണ്ടാവാൻ അവർക്കൊരു സൈക്കോളജിക്കൽ ക്ലാസ് കൂടി കൊടുക്കാനുള്ള ഒരു 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 വിഷയം അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഏറ്റവും പെട്ടെന്ന് ഈ യൂണിവേഴ്സിറ്റിയോ ആരാണെങ്കിൽ പെട്ടെന്ന് തീരുമാനമെടുക്കണം. എന്നാൽ നമുക്ക് ഒരുപാട് വിലപ്പെട്ട ജീവനുകളെ രക്ഷിക്കാൻ കഴിയും. അതിന് ഇവിടെയുള്ള ഇത്തരത്തിലുള്ള ആക്ടിവിസ്റ്റുകൾ ആരാണെങ്കിൽ മുന്നോട്ട് വരണം. എന്തായാലും ഈ രഞ്ജിനി ഹരിദാസ് പുതിയ സമരങ്ങളിലൊക്കെ മുന്നിൽ വരാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ സന്തോഷിക്കുന്നു. എന്തൊക്കെ തന്നെയായാലും ഈ ഒരു പബ്ലിക് ഇതിൽ വന്ന് പങ്കെടുത്ത കാരണം ഇപ്പോൾ കേൾക്കുന്ന ഈ വിമർശനങ്ങൾക്ക് ഉത്തരമുണ്ടെങ്കിൽ ആ പോയതിനുണ്ടായ ശരിയായ കാരണവും ഇനി ഇതുവരെ പോവാതെ ഇനി ഇറങ്ങാൻ പോകുന്നത് എന്തുകൊണ്ടെന്നൊക്കെ വളരെ വ്യക്തത ഈ സമൂഹത്തിനോട് പറയേണ്ട ഉത്തരവാദിത്തം രഞ്ജിനി ഹരിദാസിനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.